നീറ്റ് MDSന്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഓഫീസ് എൻക്വയറീസ് വരാറുണ്ട്. നമുക്ക് യാതൊരു സംശയമില്ലാണ്ട് പറയാൻ വേണ്ടി പറ്റും അത് ഇന്റേൺഷിപ്പിൻ്റെ സമയമാണെന്നുള്ളത്. അത് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ലാസ്റ്റ് ഇയർ ബാറ്റിയയിൽ പ്രിപ്പയർ ചെയ്ത ഒരുപാട് ഇന്റേൺസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അവർ ഡ്രീം MDS സീറ്റ്സ് ഇന്റേൺഷിപ്പിൻ്റെ കൂടെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡെന്റലിൻ്റെ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കുറച്ചും കൂടി അപ്പോയിൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും കേസസും ബാക്കി കാര്യങ്ങളും കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഡെന്റലിൻ്റെ ഇന്റേൺഷിപ്പ് കമ്പയർ ടു MBBS പീപ്പിൾ. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പൂർണ്ണമായിട്ടും MDSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിനാണ് നമുക്ക് ബാറ്റിയുടെ റെഗുലർ ബാച്ച് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത്. നമുക്ക് കൃത്യമായിട്ട് സ്കെഡ്യൂളിൽ ലൈവ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ലൈവ് ക്ലാസ് 2-way ഇൻട്രാക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫാക്കൾട്ടി ആയിട്ട് ഡൗട്ട് ഇൻട്രാക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു ആപ്പ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലാസ്സസ് കണ്ടു തീർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾസോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ സ്റ്റുഡൻസിന് അവൈലബിൾ ആവുന്നതാണ്. ഏത് ദിവസം ഏത് സമയത്ത് ക്ലാസ് അവൈലബിൾ ആവുന്നുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പല കാര്യങ്ങളും അതനുസരിച്ച് മാറ്റി വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓൾസോ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ മിസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് റെക്കോർഡിങ്സും നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൺവീനിയൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നീറ്റ് MDSന് വേണ്ടി വളരെ ആക്റ്റീവ്ലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഓൾസോ നമ്മുടെ ആപ്പുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും ടെസ്റ്റ് സീരീസുകളും ബാക്കി എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് 19 എക്സ്പേർട്ട് ഫാക്കൾട്ടീസ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻ ഡെപ്ത് ക്ലാസ്സസും കോൺസെപ്ച്വൽ ആയിട്ടുള്ള ലേണിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്റേൺഷിപ്പിൻ്റെ സമയം നമുക്ക് വളരെ നല്ല രീതിയിൽ സ്റ്റഡി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. 2019 ബാച്ചിനെ സംബന്ധിച്ച് അവർക്ക് 2026 അവരുടെ നീറ്റ് MDS എക്സാം വരിക. ഓൾമോസ്റ്റ് ഒരു 18 months അവൈലബിൾ ആണ്. അപ്പോൾ അവർ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അവരുടെ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ മെജോറിറ്റി സബ്ജക്ട്സ് തീർക്കാനും ആഫ്റ്റർ ഇന്റേൺഷിപ്പ് അവർ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ടൈം അവൈലബിൾ ആവുകയും ചെയ്യും. ഈ ടൈമിൽ അവർക്ക് ബാക്കി സിസ്റ്റംസ് ഉപയോഗിച്ച് വളരെ ആക്റ്റീവ്ലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർ MDS പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വൈസ്ലി തിങ്ക് ചെയ്യുക. ഇന്റേൺഷിപ്പിൻ്റെ സമയം എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നിങ്ങൾ ബിഫോർ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പിൽ തന്നെ മനസ്സിലാക്കി നീറ്റ് MDSന് പ്രിപ്പയർ ചെയ്യുന്ന പോലത്തെ നല്ല തീരുമാനങ്ങൾ എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങളെ കരിയർ സെക്യൂർ ചെയ്യുക.